children, I hope you all are fine. Today we are going to discuss reproduction in plants, the 12th chapter from class 7 Science NCERT textbook. So, here we want to discuss the question and answers from this chapter, and also we want to discuss the important main points in this chapter. So, let's start our video. Before that, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്ട് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പാരന്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറയുന്നത്? ഒരു പാരന്റിൽ നിന്നും വെജിറ്റേറ്റീവ് പാർട്ടിൽ ഒരു പാരന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്ന ആ ഒരു പ്രൊഡക്ഷനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ്. എന്താ പറയുന്നത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റം, റൂട്ട്സ് ആൻഡ് ലീവ്സ് അല്ലേ? ദെൻ എ ഫ്ലവർ മേ ഹാവ് എയ്തർ മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്. സച്ച് എ ഫ്ലവർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഒരു ഫ്ലവറിന് ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ട്. ആ ഒരു ഫ്ലവറിനെ നമ്മൾ എന്താണ് പറയുന്നത്? യൂണിസെക്ഷൽ ഫ്ലവർ. നമുക്കറിയാം, രണ്ട് സെക്സ് ആയിട്ട് അല്ലേ, അതായത് രണ്ട് മെയിലോ ഫീമെയിലോ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉള്ള ഫ്ലവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ദെൻ സി. The transfer of pollen grains from the anther to the stigma of the same or of another flower of the same kind is known as dash. എന്താ പറയുന്നത്? നമ്മൾ പോളൻ ഗ്രെയിൻസ് അല്ലേ, നമ്മളൊരു ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലോട്ടും അതേപോലെ തന്നെ ആ പൂവിൽ നിന്നും ആ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനെ എന്താണ് നമ്മൾ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പോളിനേഷൻ. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ഈസ് ടേംഡ് ആസ് ഡാഷ്. എന്താ പറയുന്നത്? മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗാമറ്റ്സ് ഫ്യൂഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ. സീഡ് ഡിസ്പെർസൽ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താ പറയുന്നത്? സീഡ് ഡിസ്പെർസൽ. എന്താ സീഡ് ഡിസ്പെർസൽ എന്ന് പറഞ്ഞാൽ അല്ലേ, വിത്തുകളെ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തോട്ട് എത്തണ്ടേ, അത് ട്രാൻസ്ഫർ ചെയ്യണ്ടേ, അത് ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വിൻഡ് ആൻഡ് വാട്ടർ അല്ലേ, കാറ്റും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവുമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗീവ് എക്സാമ്പിൾസ്. നമുക്കറിയാം, അസെക്ഷൽ റീപ്രൊഡക്ഷന് ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് ക്യാൻ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ് വിത്തൗട്ട് സീഡ്സ് അല്ലേ. അതായത് ഒരു സീഡിൽ നിന്നല്ലാതെ, സീഡ്സ് ഇല്ലാതെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ബൈനറി ഫിഷൻ, endosperm formation, fragmentation, spore formation, budding, vegetative propagation. What is binary fission? എന്താണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ? This process takes place in unicellular organisms. Parent cell elongates and gets divided into two identical daughter cells. Each daughter cell grows into an independent adult. എന്താ പറയുന്നത്? ഈ ഒരു പ്രോസസ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് എന്തുണ്ടാവുന്നത്? ബൈനറി ഫിഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ പാരന്റ് സെൽസ് അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിവൈഡ് ചെയ്തിട്ട് ഐഡൻറ്റിക്കൽ ഒരേപോലെയുള്ള രണ്ട് ഡോട്ടർ സെൽസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു ഡോട്ടർ സെല്ല് ഗ്രോ ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് അഡൽട്ടായിട്ട് മാറും അല്ലേ. എന്താണ്? സ്വതന്ത്രമായിട്ടുള്ളൊരു ഒരു അഡൽട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറുന്നുണ്ട്, ഒരു പ്ലാന്റ് ആയിട്ട് അത് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എൻഡോസ്പോർ ഫോർമേഷൻ? എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് മെത്തേഡ് ദ സ്പോർ വാൾ ഈസ് ഫോംഡ് അറൗണ്ട് എ ബാക്ടീരിയൽ സെൽ ടു ഫോം ആൻ എൻഡോസ്പോർ. ദിസ് എൻഡോസ്പോർ ജെർമിനേറ്റ്സ് ടു ഫോം ആൻ active bacterium under favorable conditions.
എന്താണ് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്? ഈ ഒരു മെത്തേഡ് എവിടെയാണ് ഉണ്ടാവുന്നത്? സ്പോർ വാളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാക്ടീരിയൽ സെൽസിന്റെ അവിടെ സ്പോർ വാൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു വാൾ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പോർസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അത് പിന്നെ എന്തായി മാറും? ടു ഫോം ആൻ എൻഡോസ്പോർ. അതൊരു എൻഡോസ്പോർ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഈ ഒരു എൻഡോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആക്റ്റീവ് ബാക്ടീരിയം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എൻഡോസ്പോർ ഫോർമേഷൻ. ദെൻ വാട്ട് ഈസ് ഫ്രാഗ്മെന്റേഷൻ? ഫ്രാഗ്മെന്റേഷൻ എന്താണ്? In this process, body of the organisms breaks up into two parts. Then each part grows into a new filament, thus forming two organisms from a single one. എന്താ പറയുന്നത്? ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ ഓർഗാനിസത്തിന്റെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ പാർട്സും ഗ്രോ ചെയ്തിട്ട് ഒരു പുതിയൊരു ഫിലമെന്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. ഈ ഒരു ഫോമിങ് ചെയ്തിട്ടുള്ള രണ്ട് ഓർഗാനിസംസ് ഒരു സിംഗിൾ വൺ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ഓർഗാനിസംസും ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ദെൻ സ്പോർ ഫോർമേഷൻ. What is spore formation? The spores are tiny spherical unicellular structures protected by thick wall. The spores are stored in a hard outer covering and this is called sporangium. Under favorable conditions, the hard cover breaks and spores spread for germination. എന്താണ് സ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? സ്പോർസ് ഒരു ടൈനി സ്ഫിറിക്കൽ യൂണിസെല്ലുലാർ സ്ട്രക്ചർ ആണ്. ദാറ്റ് ഇസ് എ യൂണിസെല്ലുലാർ സ്ഫിറിക്കൽ യൂണിസെല്ലുലാർ സ്ട്രക്ചർ. അതിനൊരു തിക്ക് വാൾ ഉണ്ട് അല്ലേ? ഒരു ഔട്ടർ ഒരു ഏരിയയിൽ എന്തുണ്ട്? തിക്ക് വാൾ ഉണ്ട്, കട്ടിയുള്ളൊരു ഒരു ബോർഡർ ഉണ്ട്. ഈ സ്പോർസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഹാർഡ് ഔട്ടർ കവറിങ് ഏരിയയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്പോർസ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ, ഈ ഹാർഡ് കവർ ബ്രേക്ക് ചെയ്തിട്ട് സ്പോർസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യും അല്ലേ? ജെർമിനേഷൻ അവിടെ സംഭവിക്കും. ദിസ് ഈസ് കോൾഡ് സ്പോർ ഫോർമേഷൻ. ദെൻ വാട്ട് ഈസ് ബഡ്ഡിംഗ്? എന്താണ് ബഡ്ഡിംഗ്? ഇൻ ഈസ്റ്റ്, ന്യൂ ഓർഗാനിസംസ് ആർ പ്രൊഡ്യൂസ്ഡ് by the bud formation from the parent organism. After growing to full size, the bud gets detached and forms a new independent individual. എന്താ പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ബഡ് ഫോർമേഷൻ. പാരന്റ് ഓർഗാനിസത്തിൽ നിന്നും ഒരു ബഡ് ഫോർമേഷൻ. ബഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ഒരു കുഞ്ഞു വിത്ത് പോലെ അല്ലേ? ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നമ്മൾ മുളച്ച് വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കാണാം? ഐസ് പോലെ കാണാം. അതേപോലെയുള്ള തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ് എന്ന് പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യാണ്? പാരന്റ് ഓർഗാനിസത്തിൽ നിന്നും ഫോം ചെയ്യാണ് അല്ലേ? ആഫ്റ്റർ ഗ്രോയിങ് ടു ഫുൾ സൈസ്, അതൊരു ഫുൾ സൈസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബഡ്സ് എന്താവും? ഡിറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് അത് എന്ത് ചെയ്യും? മാറും. അതൊരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് അത് മാറും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് budding. Vegetative propagation. What is vegetative propagation? When vegetative parts of plant like stems, leaves and roots etc. give rise to new ones, it is called vegetative propagation. അല്ലേ? നമുക്കറിയാം വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണെന്ന് അറിയാം. അതിൽ നിന്നും വരുന്ന പുതിയ ഇൻഡിവിജ്വൽസ് അല്ലേ? അത് ഫോം ചെയ്യാനെടുക്കുന്ന കാര്യങ്ങൾ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് propagation. Third question. Explain what you understand by sexual reproduction. So, ഇവിടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതിൽ നിന്നും? സെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഫൗണ്ട് മെയിൻലി ഇൻ ഹയർ പ്ലാന്റ്സ് വേർ മെയിൽ gamete and female gamete fuse to form a zygote. These zygotes develop into individuals which are not identical. Offsprings inherit the characteristics of both the parents. In sexual reproduction, both parents survive after the process of reproduction. എന്താ പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്
രണ്ട് പാരൻസ് അല്ലേ, രണ്ട് വ്യക്തികൾ, രണ്ട് പാരൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, റീപ്രൊഡക്ഷൻ. ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹയർ പ്ലാന്റ്സിലാണ്. മെയിൽ ഗാമറ്റ്സും ഫീമെയിൽ ഗാമറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തല്ല, ഒരു നോട്ട് ഐഡന്റിക്കൽ ആണ്. ഓക്കെ, വിച്ച് ആർ നോട്ട് ഐഡന്റിക്കൽ. ഈ ഒരു പാരൻസിൻ്റെ അതേ ക്യാരക്ടർ ആയിരിക്കും എന്ത്, ഈ ഒരു രണ്ട് പാരൻസിൻ്റെ ക്യാരക്ടർ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെ, ആ ഒരു പുതിയ പ്ലാന്റിന് കിട്ടിയിട്ടുണ്ടാവും. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് പാരൻസും എന്താണ്, രണ്ട് പാരൻസും സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലേ, രണ്ട് പാരൻസും അവിടെ ജീവിക്കുന്നുണ്ട് ഈ ഒരു റീപ്രൊഡക്ഷൻ പ്രോസസ് കഴിഞ്ഞാലും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദെൻ വാട്ട് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ? State the main difference between asexual and sexual reproduction. Already നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തായിരുന്നു, ഒരു സീഡ് അല്ലെ, ഒരു സീഡ് ഇല്ലാതെ ഉണ്ടാവുന്നതാണ് എന്ത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ദർ ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരൻസ് ഇൻ ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഇതിലുള്ള ഡിഫറൻസ് നമ്മൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, ഓൺലി വൺ പാരന്റ് പ്ലാന്റ് ഈസ് ഇൻവോൾവ് അല്ലേ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്കറിയാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ത്, നമ്മളെ ഈ ബഡ്സ് അല്ലേ, പൊട്ടാറ്റോ, അതേപോലെയുള്ള അങ്ങനെയുള്ള ഓരോ എന്താ പറയുക ടൈപ്സ് ഒക്കെ അല്ലേ. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലോ യുനോ ദാറ്റ് ദർ ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരൻസ് അല്ലേ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ആർ ഇൻവോൾവ്ഡ്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ യൂണിസെക്ഷൽ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, ഒക്കേഴ്സ് ഇൻ യൂണിസെക്ഷൽ പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഒക്കേഴ്സ് ഇൻ ബൈസെക്ഷൽ പ്ലാന്റ്സ്. ഓക്കെ, then asexual reproduction occurs in lower plants but in sexual reproduction occurs in higher plants. Reproductive organs are not present in asexual reproduction. Then sexual reproduction fully developed reproductive parts are present. In most of the methods the original parent disappears from in the asexual reproduction. In sexual reproduction, original parents remain alive after process of reproduction. അല്ലേ, നമ്മൾ ഓൾറെഡി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പക്ഷെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ പാരന്റ് എന്താവുക ചെയ്യുന്നത്, നശിച്ച് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ process like gamete formation or fertilization is not seen in the asexual reproduction. Okay, എന്താണ് ഗാമറ്റ് ഫോർമേഷനോ ഫെർട്ടിലൈസേഷനോ ഒന്നും ഏതിൽ കാണുന്നില്ല, നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കാണുന്നില്ല. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ ദ ഫെർട്ടിലൈസേഷൻ ഓഫ് ഗാമറ്റ്സ് ഗീവ് റൈസസ് ടു സൈഗോട്ട് അല്ലേ. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺലി വൺ പാരന്റ് ഈസ് ഇൻഹെറിറ്റഡ് അല്ലേ. എന്താണ്, ആ ഒരു പാരന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് മാത്രമേ എന്തിൽ കിട്ടുന്നുള്ളൂ, ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കിട്ടുന്നുള്ളൂ. ബട്ട് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബോത്ത് പാരൻസ് ആർ ഇൻഹെറിറ്റഡ്. ദാറ്റ്സ് ഓൾസോ വി ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ നോ നീഡ് ഓഫ് സീഡ്സ് അല്ലേ, അതിൻ്റെ മെയിൻ ആയിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെയിൻ കാര്യം എന്താണ്, അതിന് സീഡ്സ് ഇല്ല. ബട്ട് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ സീഡ്സ് ആർ യൂസ്ഡ് ടു ഗെറ്റ് ന്യൂ പ്ലാന്റ്സ് ഫ്രം എ flower. Then fifth question, sketch the reproductive parts of a flower. എന്താണ്, നമ്മുടെ ഈ ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് നമ്മളെടുത്ത് ഇവിടെ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ആന്തർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട് അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതൊക്കെയാണ്, ഒന്ന് ആന്തോ ആൻഡ് ഫിലമെൻ്റ് അല്ലേ. രണ്ടാമത്തതോ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സിൽ എന്തൊക്കെയാണുള്ളത്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവ്യൂൾ, ഓവറി. Sixth question, explain the difference between self-pollination and cross-pollination. എന്താണ് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. എന്താണ്, ആ ഒരു സെയിം ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്, നമ്മുടെ
സ്റ്റിഗ്മയിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. ദാറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ അല്ലേ. ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ, ആ സെയിം ഫ്ലവറിൽ നിന്ന് തന്നെ എന്ത് നടക്കുന്നുണ്ട്, പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാലോ, പോളൻ ഗ്രെയിൻസ് ആർ ക്യാരിഡ് ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ അല്ലേ. എന്താണ്, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലോട്ട് ക്യാരി ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, വേറൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻസ് ക്യാരി ചെയ്യുന്നത്. ദെൻ സെൽഫ് പോളിനേഷനിൽ എന്താണ്, occurs in bisexual plants having anther and stigma maturing at same time. Then occurs in bisexual flowers having anther and stigma maturing at different times in cross pollination. എന്താണ്, നമ്മുടെ ബൈസെക്ഷൽ പ്ലാന്റ്സ് അല്ലേ, അതിന് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് മെച്ചുവേർഡ് ആവുന്നത്. അത് സെൽഫ് പോളിനേഷനിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ക്രോസ് പോളിനേഷനിലാണെന്നുണ്ടെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് ആന്തർ അല്ലേ, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഉണ്ട്. അത് മെച്ചുവേർഡ് ആവുന്നത് എപ്പോഴാണ്, ഡിഫറെൻറ്റ് ടൈമിലാണ്. ഓക്കെ. Then self-pollination, it takes place in plants like wheat, peas, etc. Cross-pollination, it takes place in plants like ladyfinger, tomato, brinjal, etc. Seventh question. How does the process of fertilization take place in flower? എന്താണ്, ഒരു ഫ്ലവറിലെ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. When the pollen grain reaches the stigma of a same species flower, it starts growing out into the pollen tube of the stigma. This tube continues to grow inside the style till it reaches the ovule. Male cells are released into the ovule for the fertilization with the female egg cell, and thus the zygote is formed. After this process of fertilization, the ovary develops into fruits and ovule into seeds. എന്താ പറയുന്നത്, നമ്മുടെ പോളൻ ഗ്രെയിൻസ് നമ്മളെ സ്റ്റിഗ്മയിൽ എത്തുന്നുണ്ട് അല്ലേ. ആ ഒരു സെയിം സ്പീഷീസ് ഫ്ലവറിൽ, ആ ഒരു സെയിം ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യാണ്, സ്പീഷീസ് ഫ്ലവറിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ സ്റ്റിഗ്മയിലെത്തും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, അതവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഒരു പോളൻ ട്യൂബായിട്ട്, ആ ഒരു സ്റ്റിഗ്മേൻ്റെ പോളൻ ട്യൂബായിട്ട് എന്ത് ചെയ്യും, അവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ട്യൂബ് വളർന്നിട്ട് എന്താവും, അതിൻ്റെ ഉള്ളിൽ ഒരു ഓവ്യൂൾ എന്ത് ചെയ്യും, ഓവ്യൂളിൻ്റെ അകത്തോട്ട് റീച്ച് ചെയ്യും അല്ലേ, ഓവ്യൂളിൻ്റെ അടുത്തോട്ട് എത്തിപ്പെടും. അവിടെ മെയിൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓവ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഓവ്യൂളിൻ്റെ അകത്തോട്ട് മെയിൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഫീമെയിൽ എഗ് സെൽസ് ആയിട്ട് എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കും. ഓക്കെ. ഈ ഒരു സൈഗോട്ട് അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. എങ്ങനെയാണത്, മെയിൽ സെൽസ് ഓവ്യൂളിൽ റിലീസ് ചെയ്തിട്ട് അല്ലേ, ഫീമെയിൽ എഗ് സെൽസിൻ്റെ കൂടെ കൂടിയിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അതെന്താണ്, അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലേ. അവിടെ സൈഗോട്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് ശേഷം ഫെർട്ടിലൈസേഷന് ശേഷം ഓവർ എന്ത് ചെയ്യും, ഒരു ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓവ്യൂൾ എന്ത് ചെയ്യും, സീഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. This is the process of fertilization takes place in flowers. Eighth question. Describe the various ways by which seeds are dispersed. എങ്ങനെയാണ് നമ്മളെ സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത്, സീഡ്സ് എങ്ങനെയാണ് പല ഏരിയയിലും എത്തിപ്പെടുന്നത്. അതിന് ഒരുപാട് വേസ് ഉണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അതെന്ത് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വിൻഡിലൂടെയും വാട്ടറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത് അല്ലേ. സോ നമുക്കിവിടെ സീഡ്സ് എങ്ങനെയാണ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത് നോക്കാം. Following are the ways in which the seeds are dispersed. Some light seeds like that of madar, which are hairy, dry and small, are carried away by the wind to different places. ചില സീഡ്സ് എന്താണ്, ചില സീഡ്സ് നമ്മൾ വിൻഡിലൂടെ പല സ്ഥലങ്ങളിലും എത്തിപ്പെടുകയാണ് ചെയ്യാറ്. Then spiny seeds and fruits like that of xanthium and urena stick to the clothes of passers-by and animals. These seeds are carried away by these agents to different places. ചില സീഡ്സ് എന്ത് ചെയ്യും അല്ലേ, ചില സീഡ്സ് അതായത് xanthium, urena ഇങ്ങനെയുള്ള ടൈപ്സ്
ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചില ക്ലോത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ചില മൃഗങ്ങളിലൊക്കെ എന്താവും അത് ഒട്ടിപ്പിടിച്ചിട്ട് അത് പല ഏരിയയിലൂടെ ആ ഒരു ഏജന്റ് അല്ലേ, നമ്മൾ ആ പല ഏരിയയിലൂടെയും പോകുന്ന സമയത്ത് അതെന്താവും, അത് അവിടെ അങ്ങ് വീണിട്ട് അവിടെ താനേലും അവിടെ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. ഓക്കെ, ദെൻ in some plants having heavy seeds like that of coconut, water acts as dispersing agents അല്ലേ, അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കോക്കനട്ട് അങ്ങനെ വാട്ടർ ആക്ട്സ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പോയിട്ട് കുഴിച്ചിട്ടാലേ അതെന്ത് ചെയ്യുള്ളൂ, പുതിയ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. Some seeds are dispersed with the fruit bursts like in case of balsam and castor. Okay, ചില സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് സ്വയം പൊട്ടി താഴെ വീഴുമ്പോഴാണ് ചില സീഡ്സ് എന്ത് ചെയ്യുക, പുതിയൊരു ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുക. 9th question. Match items in column 1 with those in column 2. ഇവിടെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട് അല്ലേ, 2 കോളംസ് ഉണ്ട്. അപ്പോൾ അതിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആ കോളം 1 കോളം 2 എന്തായിരിക്കും, റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യണം. ബട്ട് എവിടെയാണ് നമ്മൾ കാണുന്നത്, ബഡിങ് പറഞ്ഞൊരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈസ്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബഡ്, ഈസ്റ്റ്, ഐസ് എവിടെയാണ് കാണുന്നത്, പൊട്ടാറ്റോ അല്ലേ. നമ്മൾ ആ പൊട്ടാറ്റോൻ്റെ അവിടെ കുഞ്ഞു എന്താ പറയുക, പുതിയ പ്ലാന്റ്സ്, പുതിയ ഒരു ബഡ് പോലെ വരുന്നതിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഐസ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ബോഡി 2 പാർട്സ് ആയിട്ട് മാറും, എന്നിട്ട് അവിടെ ആ 2 പാർട്സും എന്താവും, ന്യൂ ഫിലമെന്റ്സ് ഒക്കെ അവിടെ ഫോം ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രാഗ്മെന്റേഷൻ നമ്മൾ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് നമുക്ക് ഫ്രാഗ്മെന്റേഷൻ കാണാൻ പറ്റുന്നത്, സ്പൈറോഗൈറ അല്ലേ. ഇനി അടുത്തത് വിങ്സ് നമ്മൾ എവിടെയാണ് കാണുക, മാപ്പിൾ. സ്പോർസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സിൻ്റെ ഏരിയയിൽ ബ്രെഡ് മോൾഡിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്പോർട്സ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. 10th question. Pick the correct answer. The reproductive part of a plant is the leaf, stem, root, flower. ഇതിലേതാണ് ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്, we already learned that is flower അല്ലേ. The process of fusion of the male and the female gametes is called എന്താണ്, നമ്മൾ ആ ഒരു ഫ്യൂഷൻ അല്ലേ, മെയിലും ഫീമെയിൽ ഗാമറ്റ്സിൻ്റെയും ഫ്യൂഷനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫെർട്ടിലൈസേഷൻ അല്ലേ. ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, റീപ്രൊഡക്ഷൻ, സീഡ് ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലേതാ കറക്റ്റ്, ഫെർട്ടിലൈസേഷൻ. ദെൻ സി, മെച്ചോ ഓവറി ഫോംസ് ദി സീഡ്, സ്റ്റാമൻ, പിസ്റ്റിൽ, ഫ്രൂട്ട്. മെച്ചോ ഓവറി ഏതാ ഫോം ചെയ്തിട്ടുള്ളത്, ഫ്രൂട്ട് ആയിരുന്നു അല്ലേ. ഓവറി ഫ്രൂട്ടും ഓവ്യൂൾ എന്തായിരുന്നു, സീഡും ആയിരുന്നു. സോ ഓവറി എന്താ ഫോം ചെയ്യുക, ഫ്രൂട്ട് ആയിട്ടാണ് ഫോം ചെയ്യുക. ഓക്കെ, എ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ഈസ് റോസ്, ബ്രെഡ് മോൾഡ്, പൊട്ടാറ്റോ, ജിഞ്ചർ. നമ്മുടെ മേലെയുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു അല്ലേ, 9th ക്വസ്റ്റ്യനിൽ പറഞ്ഞു സ്പോർസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, പ്രൊഡ്യൂസിങ് പ്ലാന്റ് ഏതാണ്, ബ്രെഡ് മോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, Bryophyllum can be reproduced by its stem, leaves, roots, flower. Bryophyllum എവിടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടെയാണ്, ലീവ്സിലാണ് അല്ലേ. ബ്രയോഫിലം ലീവ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ തന്നെ ഈ ഒരു എക്സസൈസ് ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ തരുന്നുണ്ട്. ആ മെയിലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മെസ്സേജ് ചെയ്യാം എനിക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.